ഹലോ എവരിവൺ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. 2025 JEE മെയിൻ സെഷൻ 1-ൽ ഈ ചാപ്റ്ററിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസിഡ് ഈസ് എ വൈറ്റമിൻ? താഴെ പറയുന്നതിൽ ആരാണ് വൈറ്റമിൻ ആയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ ഒക്കെയാണ് വൈറ്റമിൻ. ഓരോ വൈറ്റമിൻസിന് ഓരോ പേരുകളുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ്. വൈറ്റമിൻ സിയുടെ നെയിമാണ് ശരിക്കും അസ്കോബിക് ആസിഡ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? അപ്പോൾ അസ്കോബിക് ആസിഡ് ആയിരിക്കും അല്ലെ. അസ്കോബിക് ആസിഡ് വിറ്റാമിൻ സി ആണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള കുറച്ച് ആസിഡ്സിന്റെ പേരുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. അഡിപ്പിക് ആസിഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സക്കാറിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്, അസ്പാർട്ടിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇപ്പോൾ അഡിപ്പിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈബേസിക് ആയിട്ടുള്ള ആസിഡ്, 2 COH ഇരുന്ന ആസിഡ്സിന്റെ പേര് നിങ്ങൾക്ക് അറിയുണ്ടാവും അല്ലേ. അതിൽ ആരൊക്കെ ഉണ്ട്? അതിലിപ്പോൾ നമ്മൾ ഓംസ് ഗ്യാപ്പ് എന്ന് സാധാരണ എഴുതാറുണ്ട് അല്ലേ. ഇതിൽ ഫസ്റ്റത്തെ ആരാണ്? ഓക്സാലിക് ആസിഡ്, മലോണിക് ആസിഡ്, സക്സീനിക് ആസിഡ്, ഗ്ലൂട്ടാറിക് ആസിഡ്, അഡിപ്പിക് ആസിഡ്. ഇതാണ് അഡിപ്പിക് ആസിഡ്. അഡിപ്പിക് ആസിഡ്. ഓക്കെ, ഓക്സാലിക്, ഓ എന്ന് പറഞ്ഞാൽ ഓക്സാലിക് ആസിഡ്. മലോണിക് ആസിഡ്, മലിക് ആസിഡ് അല്ല കേട്ടോ, മലോണിക് ആസിഡ് ആണ്, മലോണിക്. ഓക്കെ, സക്സീനിക് ആസിഡ് ഉണ്ട്, ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ട്, പിമീലിക് ആസിഡ് ഉണ്ട് അല്ലേ. സ്ട്രക്ചറും നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ കഴിയുന്ന സ്ട്രക്ചർ തന്നെയാണ് ഇത്. ശരിക്കും ഒരു ഹോമലോഗസ് സീരീസിലെ മെമ്പേഴ്സ് ആണ്. ഹോമലോഗായിട്ട് കൂട്ടാൻ പറ്റും. COOH COOH അല്ലേ. ഇത് വരുന്നതാണ് ആക്ച്വലി ഓക്സാലിക് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യും കേട്ടോ, അടുത്ത ഭാഗത്തേക്ക് പോകുന്നതാണ്. COOH. പിന്നെ ഇതിനിടയ്ക്ക് ഒരു COOH 2 COH ഇടയിൽ എന്തിടണം? ഒരു CH2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്കതിനെ മലോണിക് ആസിഡ് എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ വരുന്ന COOH CH2 CH2 COOH 2 COH CH2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മളതിനെ സക്സിനിക് ആസിഡ് എന്ന് പറയും. ഗ്ലൂട്ടാറിക് ആസിഡ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, 3 COOH ഗ്രൂപ്പുകൾ ഇതിനിടയ്ക്ക് വേണ്ടി വരും. This is glutaric acid and 4 CH2 ഗ്രൂപ്പാണ് ഇടയിലുള്ളതെങ്കിൽ നമുക്കതിനെ അഡിപ്പിക് ആസിഡ് എന്ന് പറയാം അല്ലേ. ഈ രൂപത്തിൽ 5 ആളുകൾ 2 അല്ലേ, 1 2 3 4 5 അല്ലേ, 5 CH2 ഗ്രൂപ്പിന്റെ ഡിഫറൻസ് അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന് നമുക്ക് പിമീലിക് ആസിഡ് എന്ന് പറയാം. ഇതാണ് ആക്ച്വലി സംഭവം. ഓക്കെ, ഇതിൽ ചോദിക്കുന്നത് അഡിപ്പിക് ആസിഡിനെ കുറിച്ചാണ്. ദിസ് ഈസ് അഡിപ്പിക് ആസിഡ്. അഡിപ്പിക് ആസിഡ് ഒരിക്കലും ഒരു വൈറ്റമിൻ ആയി മാറുന്നേ ഇല്ല. ഓക്കെ, പിന്നെ പറയുന്നത് സക്കാറിക് ആസിഡിനെ കുറിച്ചാണ്. സക്കാറിക് ആസിഡ് നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് സക്കാറിക് ആസിഡ്. സക്കാറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസിനെ നമ്മൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് നമ്മൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് ആണ് ശരിക്കും CHO, പിന്നെ OH ഗ്ലൂക്കോസിന്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ആകുമ്പോൾ CHOH, ഇവിടെ CH2OH എന്നാണല്ലോ ഗ്ലൂക്കോസ്. ദിസ് ഇസ് ഗ്ലൂക്കോസ്, ഡി ഗ്ലൂക്കോസ്, നോർമലായിട്ടുള്ള ഗ്ലൂക്കോസ്. ആ ഗ്ലൂക്കോസിൽ നമ്മൾ ഇവിടെ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, 6 ആണ്. 1-ലെ CHO ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് നേരെ COOH ആയിട്ട് മാറുന്നു. ഓക്കെ, അതിന് താഴെയുള്ള ഈ പ്രൈമറി ആയിട്ടുള്ള OH ഉണ്ടല്ലോ, CH2OH, ആ CH2OH എന്താകും? പ്രൈമറി ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ, നമ്മൾ ആൽക്കഹോൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ആയിട്ടുള്ള ആൽക്കഹോൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക HNO3 ആണ് ഉപയോഗിക്കുക, ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് HN. അപ്പോൾ അവിടെ എന്താകും? അതും COOH ആയിട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ആസിഡിനെ പറയുന്ന പേരാണ് ആക്ച്വലി സക്കാറിക് ആസിഡ്, ഒരു സാക്കറിക് ആസിഡ്. ഇത് CH2OH തന്നെയാണ്. ഇത് മാത്രമാണ് മാറിയതെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? നമുക്ക് ഗ്ലൂക്കോണിക് ആസിഡ് എന്ന് പറയും. ഗ്ലൂക്കോണിക് ആസിഡ്. അപ്പോൾ ഗ്ലൂക്കോണിക് ആസിഡ് ഉണ്ട്, ഗ്ലൂക്കാറിക് ആസിഡ് നേരത്തെ കണ്ടു, ഗ്ലൂക്കാറിക് ആസിഡ് അല്ലേ. പിന്നെ ഗ്ലൂക്കാറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഗ്ലൂട്ടാറിക് ആസിഡ് കേട്ടോ, ഗ്ലൂട്ടാറിക് ആസിഡ് ആണ്. ഗ്ലൂക്കാറിക് ആസിഡ് എന്ന പേര് ആക്ച്വലി ഈ ആസിഡ് ഉണ്ടല്ലോ, ഇതിന്റെ പേര് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ സക്കാറിക് ആസിഡ്. സക്കാറിക് ആസിഡ് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാം? ഗ്ലൂക്കാറിക് ആസിഡിന് പേരുണ്ട്, സക്കാറിക് ആസിഡിന്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഓക്കെ, എനിവേ ഇതാണ് സംഭവം, റൈറ്റ്. ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്? ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി സക്കാറിക് ആസിഡ്. സക്കാറിക് ആസിഡ്.
സക്കാറിക് ആസിഡ് നമുക്ക് എന്തും പറയാം, ഗ്ലൂക്കാറിക് ആസിഡ് പറയും, ഗ്ലൂക്കാറിക് എന്നാട്ടോ പറഞ്ഞത്, ഗ്ലൂക്കാറിക്. ഇത് ഗ്ലൂട്ടാറിക് ആണ് പറഞ്ഞത്. ഓക്കെ, യെസ്. പിന്നെ ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ട്, ഗ്ലൂട്ടാമിക് ആസിഡ്, അത് അമിനോ ആസിഡിന്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ഇതാ നമുക്ക് എന്തുണ്ട്, അസ്പാർട്ടിക് ആസിഡ് ഇല്ലേ, അസ്പാർട്ടിക് ആസിഡ്. അസ്പാർട്ടിക് ആസിഡിന്റെ അടുത്ത മെമ്പറാണ്, അടുത്ത ഹോമലോഗസ് സീരീസിൽ അടുത്ത മെമ്പർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CH2, നമ്മളിപ്പോൾ അസ്പാർട്ടിക് ആസിഡ് പറയുകയാണെങ്കിൽ NH2 CH COOH, ഇവിടെ CH2 COOH ആണ് ശരിക്കും എന്ത്, അസ്പാർട്ടിക് ആസിഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, വീണ്ടും ഒരു CH2 ഉണ്ടെങ്കിൽ, വീണ്ടും ഒരു CH2 COOH ആണ്. ഇതിന് പറഞ്ഞ പേരാണ് എന്ത്, ഇതിന് പറഞ്ഞ പേരാണ് ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ അസ്പാർട്ടിക് ആസിഡ് ആക്ച്വലി ഇതാണ്. അതും എന്തല്ല, വൈറ്റമിൻ അല്ല. വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് മാത്രമേ ഉള്ളൂ, ഇവിടെ അസ്കോബിക് ആസിഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഓരോ ഐറ്റമീൻസ് ഓരോ പേരുകളുണ്ടാവും, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ്സ് ആണ്. ഓക്കെ, നമുക്ക് അപ്പോൾ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഐഡന്റിഫൈ ദ നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ് ഫ്രം ദ ഫോളോയിങ് വിച്ച് ക്യാൻ ബി കോറിലേറ്റ് ടു ഡീഗ്ലിസറാൾഡിഹൈഡ് എന്നാണ്. ഓക്കെ, ഡീഗ്ലിസറാൾഡിഹൈഡുമായി കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ട് ആരൊക്കെയാണ്? അതിന്റെ മീനിങ് എന്താണെന്നറിയോ? ഡീഗ്ലിസറാൾഡിഹൈഡ് ഡി സ്ട്രക്ചേഴ്സ് ആരൊക്കെ കാണിക്കുന്നതാണ്. ഈ കോമ്പൗണ്ട്സിൽ ആരൊക്കെയാണ് ഡി കാർബോഹൈഡ്രേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഡി കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം, ഡി ഉണ്ട്, എൽ ഉണ്ട് കാർബോഹൈഡ്രേറ്റുകൾ. ഓക്കെ, നമ്മളതിന് പറയുന്ന പേര് റിലേറ്റീവ് നൊട്ടേഷൻ എന്നാണ് പറയാം. റിലേറ്റീവ് നൊട്ടേഷൻ അതെന്തല്ല, അതൊരിക്കലും ഡെക്സ്ട്രോലീവോ അല്ല. അത് ഡെക്സ്ട്രോലീവ് ഡി, സ്മോൾ ഡിയും എല്ലോ എല്ലാം ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്ലസും മൈനസും എല്ലാം ഉപയോഗിക്കുക. പ്ലസും മൈനസും അല്ലാത്ത ഒരു നൊട്ടേഷൻ കൂടെ ആർക്കുണ്ട്, നമ്മൾ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റും അതുപോലെ അമിനോ ആസിഡൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള പൊതുവേ ഉള്ള മെജോറിറ്റി നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ഡി കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതുപോലെ പിന്നെ അമിനോ ആസിഡിന്റെ കേസിൽ എന്തായിരിക്കും, എൽ അമിനോ ആസിഡ് ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഡി ഗ്ലിസറാൾഡിഹൈഡും എൽ ഗ്ലിസറാൾഡിഹൈഡും നേരത്തെ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് നേരത്തെ ഒരു സ്റ്റാൻഡേർഡ് മോളിക്യൂളെ നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയണം. ഇപ്പോൾ ഗ്ലിസറാൾഡിഹൈഡ് ആകുമ്പോൾ മുകളിൽ CHOയും ഈ സൈഡിൽ Hഉം ഈ സൈഡിൽ OHഉം ഇവിടെ CH2OHുമായിട്ട് വരുന്ന ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഡി ഗ്ലിസറാൾഡിഹൈഡ്. ഡി ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയാം. ഓക്കെ, ഡീഗ്ലിസറാൾഡിഹൈഡിൽ ഇത് കൈറൽ സെൻറ്റർ ആണ് അല്ലേ, H ലെഫ്റ്റിലും OH റൈറ്റിലുമാണ്, മുകളിൽ CHOയും താഴെ CH2OH ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ഈ ഇപ്പുറത്ത് ഇവിടെ OHഉം ഇവിടെ Hഉം വന്നാൽ അതിൻ്റെ പേര് ക്യാപിറ്റൽ L ഗ്ലിസറാൾഡിഹൈഡ് എന്നായിരിക്കും. അത് നമ്മളെ കോമ്പൗണ്ട് എപ്പോഴാണ് ഡി ആവുന്നത്, എപ്പോഴാണ് എൽ ആവുന്നത്, NCERT വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്ന്. ഓക്കെ, നമ്മളെ കോമ്പൗണ്ട് എടുക്കുക. ആ കോമ്പൗണ്ടിനകത്ത് തന്നിരിക്കുന്ന കോമ്പൗണ്ട് അത് എന്തിലായിരിക്കണം, അത് ഫിഷർ മോഡലിലായിരിക്കണം വേണ്ടത്. ഫിഷർ മോഡലിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ട് എടുക്കുക. ആ കോമ്പൗണ്ടിനകത്ത് പെനൽറ്റിമേറ്റ് കാർബൺ എടുക്കുക. പെനൽറ്റിമേറ്റ് കാർബണിന്റെ കോൺഫിഗറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിയും എല്ലും ഗ്ലിസറാൾഡിഹൈഡുമായി മാച്ച് ചെയ്ത് വെക്കുക. ആരുമായിട്ടാണോ മാച്ച് ചെയ്യുന്നത് അതായിരിക്കും ആ നൊട്ടേഷനാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇതെടുക്കാം, എ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 അല്ലേ. ഇത് ശരിക്കും CH2OH ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് പെനൽറ്റിമേറ്റ് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ എന്തുണ്ടാകും, ഇവിടെ നോക്കിയാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങോട്ട് എന്തുണ്ടാകും, ഇങ്ങോട്ട് H ഉണ്ടാകും, സംശയമില്ല. ഇങ്ങോട്ട് എന്തുണ്ടാകും, H ഉണ്ടാകും. ഓക്കെ, അപ്പോൾ HOH എങ്ങനെ നിൽക്കും, ഇത് പെനൽറ്റിമേറ്റ് ആകുന്നുണ്ട് കേട്ടോ. ലാസ്റ്റിന്റെ മുമ്പുള്ളതാണല്ലോ പെനൽറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് 1 എന്ന് പറയുമ്പോൾ CHO ഗ്രൂപ്പിന് എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും വരിക നമ്പറിങ്ങിൽ, സംശയമില്ലല്ലോ. ഇത് 1 ആവില്ലല്ലോ. അപ്പോൾ ഇത് 1, 2, 3, 4. ഓക്കെ, ഇത് ലാസ്റ്റത്തെ CH2OH ആണ്. ഇതെന്താണ്, ഇവിടെ HOH. H ലെഫ്റ്റിലും OH റൈറ്റിലും പിന്നെ താഴെ CH2OH എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എവിടെ കിട്ടും, ഇവിടെ കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇത് ആരാണ് ശരിക്കും പറഞ്ഞാൽ, ഒന്നാമത്തെ എ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഏതാണ് ശരിക്കും? എ എന്ന് പറഞ്ഞ ആള് ശരിക്കും ആരായിരിക്കും? എ എന്ന് പറഞ്ഞ ആള് ശരിക്കും യെസ് ഡി ആയിരിക്കും, സംശയമില്ല. ഇത് ഡി ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ദിസ് ഇസ് ഡി. അപ്പോൾ നമ്മൾ ആൻസറിൽ ആര് വരണം? ഡി ഉണ്ട്, സോറി എ ഉണ്ടായിരിക്കും. എ എന്നുള്ള ആൻസർ എന്തായാലും വേണം. ആരൊക്കെന്നല്ലേ ക്വസ്റ്റ്യൻ, എ ഉണ്ട്. ഓക്കെ,
അത് എച്ച് ഇങ്ങോട്ട് കേട്ടോ. യാ, നമുക്ക് അടുത്തിലേക്ക് പോകാം. അടുത്ത ഇതാണ് കോമ്പൗണ്ട്. നെക്സ്റ്റ് ബി. അതിൽ ലാസ്റ്റത്തെ CH2OH ഇതാണ് അവസാനത്തെ കാർബൺ. അതിന് മുമ്പുള്ള ആൾ ഇതാണ്. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ എച്ച് എന്തായിരിക്കും? എച്ച് ഇങ്ങോട്ടല്ലേ, ലെഫ്റ്റ് സൈഡിലല്ലേ? യെസ്. അപ്പോൾ ഈ കോൺഫിഗറേഷൻ തന്നെയല്ലേ? ഈ കോൺഫിഗറേഷൻ ശരിയാണ്. അപ്പോൾ അതും എന്താണ്? നമ്മളെ കേസിൽ ഡി തന്നെയാണ്. അപ്പോൾ ഓപ്ഷനിൽ ബി കൂടെ വേണം, എയും ബിയും വേണം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ CHO അല്ലേ, 1 2 3 4 5 ഇതാണ് ലാസ്റ്റ് CH2OH. അതിന് മുമ്പുള്ള ആൾ ഇവിടെ OH ആണ്. ഇങ്ങോട്ട് OH ഉം ഇങ്ങോട്ട് H അല്ലേ? ഇങ്ങോട്ടല്ലേ H. അത് ശരിക്കും ഏത് കോൺഫിഗറേഷൻ ആണ്? അത് ഇവിടെ OH വരികയും ഇവിടെ H വരികയും തന്നുള്ള L കോൺഫിഗറേഷൻ ആണ്. L ഗ്ലിസറാൾഡിഹൈഡുമായിട്ടാണ് മാച്ച് ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും ഏതാണ്? ഇത് L കോൺഫിഗറേഷൻ ആണ്. L. അപ്പോൾ നമ്മൾ ആൻസറിൽ എന്ത് വരില്ല? സി ഉണ്ടാകില്ല. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നോക്കൂ. ഇവിടെ 1 CHO ഗ്രൂപ്പിലെ 1 വരേണ്ടത് അല്ലെ? ഇവിടെയുള്ള CH2OH ഏറ്റവും മുകളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും 1 2 3 4 5 എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം പോയിട്ട് അതിനെ ശരിക്കുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ CHO ഗ്രൂപ്പ് മുകളിലും താഴെ CH2OH ഒക്കെ വരുന്ന ആ തരത്തിൽ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റി വരക്കാൻ കഴിയണം. അങ്ങനെ മാറ്റി വരക്കാൻ പറ്റണം. അങ്ങനെ മാറ്റി വരക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കോമ്പൗണ്ട് എടുക്കുക. ആ കോമ്പൗണ്ട് ശരിക്കും ആ സ്ട്രക്ചർ ഇങ്ങനെയാണല്ലോ. ആദ്യം CH2OH അല്ലേ? ഇവിടെ എന്തുണ്ട്? CH2OH ഉണ്ട്. CH2OH അല്ലേ? പിന്നെ ഇപ്പുറത്ത് പിന്നെ വീണ്ടും ഇതാ ഞാൻ എഴുതി കേട്ടോ, CH2OH എഴുതി ഇവിടെ. പിന്നെ OH ഇങ്ങോട്ട്. കാരണം CH2OH പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമില്ല, പ്രത്യേകിച്ച് അതിൻ്റെ കോൺഫിഗറേഷൻ വലിയ പ്രശ്നമൊന്നുമില്ല, അത് കൈറലല്ല. അടുത്ത് HOH ആണ്. OH ഇങ്ങോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ OH ഉം ഇവിടെ H ഉം. ഓക്കെ, അടുത്തത് ഇങ്ങോട്ടാണ് OH. ഓക്കെ, അടുത്തതിൽ OH വീണ്ടും ഇങ്ങോട്ടാണ്. പിന്നെ കാണിച്ചിരിക്കുന്നത് CHO ഗ്രൂപ്പാണ്. CHO. അപ്പോൾ ഇവിടെ ഞാൻ H കൊടുക്കണ്ടേ. ഇവിടെ എങ്ങനെയാണ് കോമ്പൗണ്ട്? ശരിക്കും ഇതാണ് കോമ്പൗണ്ട്. ആ കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോമ്പൗണ്ട് ഞാൻ CHO മുകളിലാക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാറ്റുന്നത് എങ്ങനെയാണ്? ഇത് A, ഇത് B, ഇത് C, ഇത് D. ഈ കോമ്പൗണ്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ കോമ്പൗണ്ട് എയും സിയും നമുക്ക് പരസ്പരം മാറ്റാൻ പറ്റും. ഇത് അലൗഡ് റൊട്ടേഷൻ ഇൻ ഫിഷർ മോഡലിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിന്റാണ്. എയും സിയും നിങ്ങൾക്ക് മാറ്റാം. അതേ സൈമൾട്ടേനിയസ് എന്തുകൂടെ മാറുന്നു മാത്രം ഈ പറയുന്ന ഹൊറിസോണ്ടൽ ലൈനിലുള്ള ആറ്റംസും അല്ലെങ്കിൽ ഗ്രൂപ്പും മാറും. എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ടാവും. എ താഴെ വന്നിട്ടുണ്ടാവും, സി മുകളിൽ, ബി ഇവിടെ വന്നിട്ടുണ്ടാവും, ഡി ഇവിടെ വന്നിട്ടുണ്ടാവും. ഈ രണ്ട് കോമ്പൗണ്ട്സ് സെയിം ആണ്. ഇത് അലൗഡ് റൊട്ടേഷൻ ഇൻ ഫിഷർ മോഡലാണ്. ഫിഷർ മോഡലിൽ അലൗ ചെയ്യപ്പെടുന്ന റൊട്ടേഷൻ തന്നെയാണ്. ഇതാണ് സെയിം ആണ്. കോമ്പൗണ്ടിൽ നമുക്ക് ശരിക്കും അതിൻ്റെ പ്രൊജക്ഷൻ വരച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പ്രൊജക്ഷൻ നോക്കി കഴിഞ്ഞാലോ ബോൾ സ്റ്റിക്ക് മോഡലൊക്കെ എടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക, തൽക്കാലം എക്സാമിന് വേണ്ടി പഠിച്ചു വെക്കുക, ഇങ്ങനെ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കാൻ തരാം, ഈ CH2OH ഈ CHO നിങ്ങൾക്ക് മാറ്റാം അല്ലേ? അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു? നിങ്ങളിത് മാറ്റുന്നു. ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ ഫസ്റ്റ് മാറ്റുന്നു. അപ്പോൾ ഡയഗണലി എന്ത് ചെയ്യുക? ഇതൊക്കെ മാറ്റി പോവുക. ഓക്കെ, അതായത് ഈ OH ഉം H ഇങ്ങനെ മാറും, ഈ OH ഉം H ഇങ്ങനെ മാറും. ഓക്കെ, പിന്നെന്താണ്? ഈ OH ഉം H ഇല്ലേ, അതെന്ത് ചെയ്യും? അത് പരസ്പരം ഇങ്ങോട്ടും മാറും, ആണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുകയെന്നറിയോ? നമ്മളെ കോമ്പൗണ്ട് ഇങ്ങനെയായിട്ട് മാറും. കോമ്പൗണ്ട് ഇതാ, ഇവിടെ CHO എന്നാകും, താഴെ CH2OH എന്നാകും. ഇനി ഈ H ഉം OH ഉം മാറും. അവിടെ എന്താകും? ഇവിടെ H ആകും, ഇവിടെ OH ആകും. ഓക്കെ, ഇനി അതേ സമയത്ത് ഈ H ഉം ഈ OH ഉം മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ H വരും, ഇവിടെ OH ആകും. ഓക്കെ, പിന്നെ എന്ത് സംഭവിക്കാറോ? ഈ OH ഉം H ഉം എന്ത് ചെയ്യും? പരസ്പരം മാറും. അപ്പോൾ സംഭവിക്കുന്നതാണ്, ഇവിടെ OH ഉം വരും, ഇവിടെ H ഉം വരും. ഇപ്പോൾ ഇതാണ് ശരിക്കും കോമ്പൗണ്ട്. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? വളരെ സിമ്പിളായി എന്തായി നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇത് ആരാ? പെനൽറ്റി. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് ലാസ്റ്റ് കാർബൺ അല്ലേ? പെനൽറ്റി കാർബൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ നോക്കുക അല്ലേ? ഇപ്പോൾ H എങ്ങോട്ടാണ്? H ലെഫ്റ്റ് സൈഡിൽ, OH റൈറ്റ് സൈഡിൽ അല്ലേ? അപ്പോൾ നമുക്ക് സിമ്പിളായി പറയാവുന്ന കാര്യമാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെ കോൺഫിഗറേഷൻ അല്ലേ? ഈ കാർബണിൻ്റെ കോൺഫിഗറേഷനാണ് നോക്കേണ്ടത് ഇതിൻ്റെ അല്ലേ? ഈ കാർബണിൽ നമ്മൾ നോക്കുന്നത്. യെസ്, അപ്പോൾ H എങ്ങോട്ടാണ്? H ലെഫ്റ്റിൽ, OH റൈറ്റിൽ, താഴെ CH2OH. ഈ കോൺഫിഗറേഷൻ ആരെയാണ് റിസംബിൾ ചെയ്യുന്നത്?
നമുക്കറിയാം, നേരത്തെ വരച്ചിട്ടുണ്ട്, അത് ഡി ഗ്ലിസറാൾഡിഹൈഡ് തന്നെയാണ്. സോ ദിസ് ഈസ് ഓൾസോ ഡി അല്ലേ. അപ്പോൾ എ ബി ഡി എത്ര ആൾക്കാരുണ്ട് അല്ലെ? ത്രീ കോമ്പൗണ്ട്സ് ആണ് ഇവിടെ തന്നിരിക്കുന്ന. 3 കോമ്പൗണ്ട്സ് ഡി സ്ട്രക്ചറാണ്. ഡി ഗ്ലിസറാൾഡിഹൈഡുമായിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ കോറിലേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. സോ ആൻസർ 3 എന്നായിരിക്കും നമ്മൾ ആൻസർ. ഓപ്ഷൻ 4 ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 ഓപ്ഷൻ 4. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഇങ്ങനെയാണ്: fructose does not contain an aldehyde group but still reduce tolerance reagent. ഫ്രക്ടോസിൽ ആൾഡിഹൈഡ് ഗ്രൂപ്പ് ഇല്ല, പക്ഷേ ഫ്രക്ടോസ് ടോളറൻസ് റിയേജനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസിങ് ഷുഗർ ആണല്ലോ ഫ്രക്ടോസ് അടക്കമുള്ള മോണോസാക്കറൈഡ്സ് എല്ലാം. അതുകൊണ്ട് എന്താണ് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സംശയമൊന്നുമില്ല. കാരണം റെഡ്യൂസിങ് ഷുഗർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ റെഡ്യൂസിങ് ഷുഗേഴ്സ്? Sugars which reduce tolerance reagent, Benedict solution, failing solution, etc. are called reducing sugars. ഫ്രക്ടോസിൽ പെട്ടതാണ്, എക്സാമ്പിൾ പെട്ടതാണ്. സോ അതെന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, സംശയം വേണ്ട. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറയുക? സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ബേസ് ഫ്രക്ടോസ് അണ്ടർഗോസ് റീഅറേഞ്ച്മെന്റ് ടു ഗീവ് ഗ്ലൂക്കോസ്. ഫ്രക്ടോസ് അല്ലേ, ഫ്രക്ടോസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബേസിന്റെ പ്രസൻസിൽ ഫ്രക്ടോസ് റീഅറേഞ്ച് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആയി മാറുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നാണ്. ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായി വരുന്നത് തന്നെ. ആക്ച്വലി അതായത് ഫ്രക്ടോസിൽ എന്തില്ല? ആൾഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇല്ല. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ടോളറൻസ് റിയേജന്റ് റെഡ്യൂസ് ചെയ്യുന്നു പറയാൻ കാരണം ടോളറൻസ് റിയേജന്റ് റെഡ്യൂസ് ചെയ്യുന്ന ആര് മാത്രമാണ്? ആൾഡിഹൈഡ് മാത്രമാണ്. ഫ്രക്ടോസ് എന്തായി മാറുന്നുണ്ട്? ഫ്രക്ടോസ് ബേസിന്റെ പ്രസൻസിൽ ഫ്രക്ടോസ് എന്തായി മാറുന്നുണ്ട്? ഗ്ലൂക്കോസ് ആയി മാറുന്നു, റീഅറേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെ റീഅറേഞ്ച് ചെയ്തുകൊണ്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്രക്ടോസിന്. കാരണം ഫ്രക്ടോസിൽ കീറ്റോണിക് ഫംഗ്ഷൻ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അതെന്ത് ചെയ്യും? അത് ആൾഡിഹൈഡിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് കൂടെ ആയിട്ട് മാറുന്നു. അതായത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് 2 ഓൾസോ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. ഓപ്ഷൻ 1 ആണ് ശരിക്കും ആൻസർ വേണ്ടത്. ഇനി ഞാൻ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ഞാനൊന്ന് പറയാം. അതായത് നമ്മൾ ഫ്രക്ടോസ് എടുത്താൽ ഫ്രക്ടോസിന് ഒരു ബേസിന്റെ പ്രസൻസിൽ ഫ്രക്ടോസ് ഗ്ലൂക്കോസും അതേപോലെ മാനോസും ആയി മാറും. ഗ്ലൂക്കോസും മാനോസും ആയിട്ട് മാറും ബേസിന്റെ പ്രസൻസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടോളറൻസ് റിയേജന്റ് അമോണിയാക്കൽ സിൽവർനൈറ്റ് ആണ്. ബേസിന്റെ പ്രസൻസ് ആണ് ആക്ച്വലി. അമോണിയൊക്കെ ഉള്ളതുകൊണ്ട് അമോണിയാക്കൽ സിൽവർനൈറ്റ് ബേസിന്റെ പ്രസൻസ് തന്നെയാണ്. അപ്പോൾ സംഭവിക്കുന്നുണ്ട്. അത് ശരിക്കും സംഭവിക്കാനുള്ള കാരണം ആ ഒരു ഈനോളൈസേഷൻ ഒക്കെ നടന്നിട്ടാണ് സംഭവിക്കുന്നത് കേട്ടോ. ഈനോളൈസേഷൻ, കീറ്റോയിനൽ ടോട്ടോമറസ് ഒക്കെ വന്നിട്ടാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഇത് നമ്മൾ പറയുന്ന പേര്, നമ്മൾ ഒരു പേരൊക്കെ ഉണ്ട്, ലോബ്രി ഡീബ്രൂയിൻ വാൻ എക്കൻസ്റ്റൻ റീഅറേഞ്ച്മെന്റ് എന്നാണ് പറയാം. ലോബ്രി ഡീബ്രൂയിൻ വാൻ എക്കൻസ്റ്റൻ റീഅറേഞ്ച്മെന്റ് എന്നാണ് പറയാം. ഓക്കെ, പേരൊന്നും വലിയ കാര്യമില്ല, പക്ഷെ അങ്ങനെ റീഅറേഞ്ച്മെന്റ് ഉണ്ട്. അതാണ് ഈ റീഅറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പോൾ ഫ്രക്ടോസിന്റെ ഗ്ലൂക്കോസിന്റെ ഭാഗം, ഫ്രക്ടോസിന്റെ ചെറിയൊരു ഭാഗം ഗ്ലൂക്കോസ് ആയിട്ട് ഒരു there is an equilibrium existence. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിന്റെ അകത്തുള്ള CHO ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യുന്നു? ഫ്രക്ടോസ് കൂടെ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു ടോളറൻസ് റിയേജന്റിനൊക്കെയാണ് അതിന്റെ കേസ്. ഓക്കെ, സോ ഓപ്ഷൻ 1 ആയിരിക്കും നമ്മൾ ആൻസർ. ഓപ്ഷൻ 1 ആയിരിക്കും നമ്മൾ ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്പർ 4. The alpha helix and beta pleated sheet structure of protein are associated with it. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും, പിന്നെ അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കേസാണ് അല്ലേ. നമുക്കറിയാം പിന്നെ നമ്മൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിൽ അല്ലേ, പ്രൈമറി ലെവൽ സ്ട്രക്ചർ, സെക്കൻഡറി ലെവൽ, ടെർഷ്യറി ലെവൽ, കോർണറി ലെവൽ, അതിൽ ആൽഫ ഹെലിക്സും ബീറ്റ പീരിയഡൊക്കെ വരുന്ന ഏത് ലെവലിലാണ്? സെക്കൻഡറി സ്ട്രക്ചറിലാണ് വരിക. അപ്പോൾ ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ. ഡൗട്ട് വേണ്ട, 3 തന്നെയാണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ദ കാർബോഹൈഡ്രേറ്റ് റൈബോസ് പ്രസന്റ് ഇൻ DNA എന്നാണ്. ഓക്കെ, ഈസ് ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ഇതുണ്ട്. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് ആണ്. എ എന്ന് പറഞ്ഞാൽ എ പെൻഡോസ് ഷുഗർ ആണ് എന്നാണ്. ഓക്കെ, DNA ഉള്ള റൈബോസ് ആരാണ്? DNA റൈബോസ് ആയിട്ട് വരുന്ന DNA ഒക്കെ അറിയാം, അതിലൊരു ഷുഗർ കമ്പോണന്റ് ഉണ്ടല്ലോ, അതാരാണ്? അത് ഡിയോക്സി റൈബോസ് ആണ്. ഡിയോക്സി റൈബോസ് ആണ്. റൈബോസ്
അല്ലേ? അത് ബീറ്റ 2 ഡിയോക്സി റൈബോസ് ആണ്. ബീറ്റ 2 ഡിയോക്സി റൈബോസ് ആണ് ആക്ച്വലി ഈ പറയുന്ന നമ്മൾ പറഞ്ഞ ബീറ്റ 2 ഡിയോക്സി റൈബോസ് ആണ് DNA ഷുഗർ കമ്പോണന്റ്. റൈബോസ് ആണോ? യെസ്, റൈബോസ് ആണ്. റൈബോസ് ഒരു പെൻറ്റോസ് ഷുഗർ ആണ്. റൈബോസ് എന്താണ് ശരിക്കും പറഞ്ഞാൽ? പെൻറ്റോസ് ഷുഗർ ആണ്. ശരിക്കും റൈബോസിന്റെ സ്ട്രക്ചർ ഒക്കെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ വരക്കുകയാണെങ്കിൽ CHO HOH 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 CH2OH എഴുതേണ്ടതാണ്. ഇതാണ് ശരിക്കും റൈബോസിന്റെ സ്ട്രക്ചർ, റൈബോസ്. ഓക്കെ, അപ്പോൾ ഇത് റൈബോസ് ആണ്, പെൻറ്റോസ് ഷുഗർ ആണ്, ദാറ്റ് ഇസ് ട്രൂ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ അത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ബിനെ കുറിച്ച് പറയുന്നത് പ്രസന്റ് ഇൻ പൈറനോസ് ഫോം. ഓക്കെ, അതായത് റൈബോസ് ക്യാൻ പ്രസന്റ് ഇൻ എ പൈറനോസ് സ്ട്രക്ചർ എന്നാണ്. പൈറനോസ് സ്ട്രക്ചർ ആയിട്ട് മാറുമെന്നാണ് റൈബോസ്? ഇല്ല, റൈബോസ് ഒരിക്കലും പൈറനോസ് ആയിട്ട് മാറുന്നില്ല. അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, റൈബോസിന് നമുക്കൊരു ഫ്യൂറനോസ് ആയിട്ട് മാറാൻ. പൈറനോസ് പറഞ്ഞാൽ ശരിക്കും 6 മെമ്പേർഡ് റിംഗ് ആണ്, അല്ലെ? 6 മെമ്പേർഡ് റിംഗ് ആണ് ആക്ച്വലി പൈറനോസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ശരിക്കും ഇതിന്റെ സൈക്ലിക് സ്ട്രക്ചറിലേക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ OH ഉണ്ടല്ലോ, ഈ ഓക്സ് എന്ത് ചെയ്യണം? CH അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തുണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ സ്ട്രക്ചറിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമുക്കതിന്റെ സ്ട്രക്ചർ വരക്കുമ്പോൾ ഒരു ഫ്യൂറനോസ് റിംഗ് ആയിട്ട് വരക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഇത് ഇവിടെ H, ഇവിടെ OH, ഇവിടെ H, ഇവിടെ OH, ഇവിടെ H, ഇവിടെ OH, ഇവിടെ H, ഇവിടെ CH2OH. ഇതാണ് ശരിക്കും ആൽഫ റൈബോസിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി ഇത് OH ഇവിടെ H വരുന്നതാണ് എന്ത്? ബീറ്റ റൈബോസ്. അതിൽ ബീറ്റ റൈബോസ് ആണ് നമ്മളെ കേസ്. അത് ഒരിക്കലും എന്തല്ല, അത് ഫ്യൂറനോസ് റിംഗ് ആണ്. ഫ്യൂറനോസ് റിംഗ് ആണ് അല്ലെ? 1 2 3 4 4 കാർബണും ഓക്സിജനും ചെയ്യുന്ന 5 അല്ലെ 5 മെമ്പേർഡ് റിംഗ് ആണ് അല്ലെ? ഒരു പെൻറ്റഗൺ റിംഗ് ആയിട്ട് വരുള്ളൂ അല്ലെ? വാട്ട് ഈസ് പൈറനോസ് റിംഗ്? ഗ്ലൂക്കോസ് കാണുന്ന, ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും കാണുന്ന പോലത്തെ റിംഗ് ആണ്. 5 കാർബൺ ഒരു ഓക്സിജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള 6 മെമ്പേർഡ് റിംഗ് അല്ലല്ലോ. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറയുക? പിന്നെ യെസ്, ഇൻ ഡി കോൺഫിഗറേഷൻ എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഇൻ ഡി കോൺഫിഗറേഷൻ, കോൺഫിഗറേഷൻ ഡി ആണോ എന്നാണ്. ഓക്കെ, സത്യത്തിൽ കോൺഫിഗറേഷൻ ഡി തന്നെയല്ലേ? ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എങ്ങനെ ഡി കോൺഫിഗറേഷൻ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഡി ഗ്ലിസറാൾഡിഹൈഡുമായി കണക്ട് ചെയ്യുന്നു അല്ലെ? അപ്പോൾ എന്താണ് ഇതിന്റെ ഇവിടെ താഴെ CH2OH, പെനൽറ്റിമേറ്റ് കാർബൺ എന്ന് പറഞ്ഞാൽ ഇതാണ് കാർബൺ. അപ്പോൾ ഇതിങ്ങനെ വരുന്നു അല്ലെ? ഇതെന്ത് ചെയ്യുന്നു? ഇവിടെ H-ഉം ഇവിടെ OH-ഉം അല്ലേ? ഡി എന്നുള്ളത് എന്ത് തന്നെയാണ്? ഡി കോൺഫിഗറേഷൻ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് നേരത്തെ, നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള എല്ലാം എന്താണ്? ഡി ആണ്. നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് ആണെങ്കിലും നമ്മൾ നേച്ചറിൽ ഉണ്ടാകുന്ന എല്ലാ ടൈപ്പ് പിന്നെ ഷുഗേഴ്സ് ആണെങ്കിലും ഡി ആണ്. ഈവൻ ഇൻ DNA ഷുഗർ. ഓക്കെ, ഒക്കെ എന്തായിരിക്കും? ഡി തന്നെയായിരിക്കും. അല്ലെങ്കിൽ സംശയം എന്ന് പറഞ്ഞാൽ ഡി തന്നെയാണ്, അതിൽ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് സി എന്ന് പറയുന്നത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഡി സ്റ്റേറ്റ്മെന്റ് ആണ്. റെഡ്യൂസിങ് ഷുഗർ ആണോ എന്നാണ് അല്ലേ? അതായത് DNA റൈബോസ് എന്താണ്? റെഡ്യൂസ് ഷുഗർ ആണോ? ഓഫ് കോഴ്സ്, മോണോസാക്കറൈഡ്സ് എല്ലാം റെഡ്യൂസ് ഷുഗർ ആയിട്ട് പറയാം. നമ്മൾ നോർമൽ കേസിലുള്ള മോണോസാക്കറൈഡ്സ് റെഡ്യൂസിങ് ആണ് അല്ലേ? റൈബോസും എന്തിനെ? റെഡ്യൂസിങ് ആണ്. അപ്പോൾ അതും സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഡി അല്ലേ? ഡി എന്ന് പറയുന്നത് എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അല്ലേ? റെഡ്യൂസിങ് ഷുഗർ വെൻ ഫ്രീ എന്നാട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. അടുത്തത് ഇൻ ആൽഫ അനോമറിക് ഫോം. ഓക്കെ, ഇത് ആൽഫ അനോമറിക് ഫോമിലാണോ എന്നാണ്. ശരിക്കും ആൽഫ അനോമറിക് ഫോമിലാണോ അതോ ബീറ്റ? ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇത് ആൽഫയാണ്. പക്ഷെ നമുക്ക് എന്താണ് ശരിക്കുള്ളത്? DNA-ലുള്ളതും RNA-ലുള്ളതും ആരാണ്? ഇവിടെ OH-ഉം ഇവിടെ H-ഉം വരുന്ന തരത്തിലുള്ള ബീറ്റയാണ്. ബീറ്റ, നോട്ട് ആൽഫ. അപ്പോൾ ബീറ്റ ഫോമിലാണ് വരിക. ഇത് ആൽഫ എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ABCDE ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, യെസ്, അപ്പോൾ അത് ഫോൾസ് ആണ്. ഇനി ആരൊക്കെയാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലേ?
ആരൊക്കെയാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്? ചൂസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ എ ഉണ്ട്, പിന്നെ സി ഉണ്ട്, ഡി ഉണ്ട് അല്ലേ? അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ, സി, ഡി ഓൺലി എന്നാണ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് യുവർ ആൻസർ, റൈറ്റ്? ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റിന് നമ്മൾ ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അഡിനിൻ, സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ കൊടുത്തിട്ട് സ്ട്രക്ചറിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. പൊതുവെ നമ്മളങ്ങനെ നോക്കി പോകാൻ സാധ്യത കുറഞ്ഞൊരു ഭാഗമാണ് ഈ പറയുന്ന ഈ പെൻറ്റോസ് ഷുഗർ, അതിൻ്റെ സ്ട്രക്ചർ. ചുമ്മാ കുറച്ച് കാര്യങ്ങൾ പറയുണ്ടാവുള്ളൂ. അതിനൊരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമെന്ന് മാത്രമല്ല, ഇനിയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സെഷൻ 2 വരുമ്പോൾ വല്ല മാച്ചിങ്ങും അല്ലെങ്കിൽ വല്ലതും ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? അറിയാൻ പറ്റണം. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്യൂരിൻ ആൻഡ് പിരിമിഡിൻ. പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. ഓക്കെ, രണ്ട് ഭാഗമായിട്ട് ഞാൻ എഴുതാം. പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. ഓക്കെ, പിരമിഡ് അല്ല, പിരിമിഡ് എന്നാണ്, പിരി എന്നാണ്, പിരിമിഡിൻ. ഓക്കെ, പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാം? പ്യൂരിൻസ് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ സ്ട്രക്ചർ ഒരു ഡബിൾ റിംഗ് സ്ട്രക്ചറാണ്. ഒരു ഡബിൾ റിംഗ് സ്ട്രക്ചറാണ് ആക്ച്വലി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഇങ്ങനെ കൊടുക്കാം സ്ട്രക്ചർ, ഒരു ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്തുണ്ട്? എൻ, ഇവിടെ എന്തുണ്ട്? എൻ ഉണ്ട്, ഇവിടെ നൈട്രജൻ ഉണ്ട്, ഇവിടെ നൈട്രജൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ റിങ് ഇത് ഡബിൾ ബോണ്ട് കൊടുക്കണം. ഇങ്ങനെ ഡബിൾ ബോണ്ട്സ് കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡബിൾ ബോണ്ട് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇതിന് ശരിക്കും ഇത് നമ്പർ ചെയ്യുമ്പോൾ ഈ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണല്ലോ ശരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ റിങ് ഇല്ലേ, ഈ റിങ് ഒരു പിരിമിഡ് റിംഗ് ആണ്. ഈ റിങ്ങിനാണ് എന്ത് ചെയ്യുക? പിരിമിഡ് റിംഗ് എന്ന് പറയാം. ഓക്കെ, ഈ റിങ്ങിന് നമ്മൾ ഒരു ഇമിഡിസോൾ റിംഗ് എന്ന് പറയാം. ഒരു ഇമിഡിസോൾ റിംഗ് എന്ന് അതിനെ പറയാം. ആ പേര് പോട്ടെ. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യുന്നല്ലോ, ഒരു നമ്പർ ചെയ്യുമ്പോൾ ഈ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് നമ്പറിംഗ് സിസ്റ്റം ഉണ്ട്. തൽക്കാലം ഞാൻ നമ്പർ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇത് 1ഉം ഇത് 2ഉം ഇത് 3ഉം ഇത് 4, 5, 6, പിന്നെ ഇത് 7, 8, 9 ഇങ്ങനെയാണ് നമ്പർ ചെയ്യുക. തൽക്കാലം നമ്പറിങ് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എങ്കിലും ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പ്യൂരിൻസ് പറഞ്ഞാൽ റിങ് ഇതാണ് പ്യൂരിൻ. പിരിമിഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു 6 മെമ്പേർഡ് സിംഗിൾ റിംഗ് ആണ് അല്ലെ? പ്യൂരിൻസിന് എന്തുണ്ട്? ഒരു 9 മെമ്പേർഡ് റിംഗ് ആണ് കണ്ടെയ്നിങ് 4 നൈട്രജൻ ആൻഡ് 5 കാർബൺസ്. എന്നാൽ പിരിമിഡിൻ റിംഗ് എന്ന് പറയുമ്പോൾ ആ റിംഗ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഒരു 6 മെമ്പേർഡ് റിംഗ്, നേരത്തെ കണ്ട റിംഗ് തന്നെ ഇങ്ങനെ എടുക്കും അല്ലെ? ഇവിടെ നൈട്രജൻ, ഇവിടെ നൈട്രജൻ. ഓക്കെ, ഡബിൾ ബോണ്ട് ഇങ്ങനെ കൊടുത്ത് ഈ കോമ്പൗണ്ട് ഇങ്ങനെ കൊടുക്കാം. നമ്പർ ചെയ്യുമ്പോൾ നമുക്കിത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6 എന്ന് കൊടുക്കാം. ഇതാണ് ശരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇതാണ് രണ്ട് റിങ്ങൾ, പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. ഇനി ആരൊക്കെയാണ് പ്യൂരിൻസ്? ആരൊക്കെയാണ് പ്യൂരിൻസ് എന്ന് വെച്ചാൽ അഡിനിനും ഗുവാനിനുമാണ് പ്യൂരിൻസ്. ആരൊക്കെയാണ്? അഡിനിൻ ആൻഡ് ഗുവാനിൻ. ഓക്കെ, അഡിനിൻ ആൻഡ് ഗുവാനിൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക? വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഈ ഇതും മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. ആ ട്രിക്ക് വഴി പറഞ്ഞത് ഇപ്പോൾ നയൻ എന്ന് എഴുതുന്ന അവസാനം നയൻ എന്ന് എഴുതുന്ന ടൈപ്പിലാണ് അഡിനിൻ്റെയും ഗുവാനിൻ്റെയും പിന്നെ പേരുകളുള്ളത്. അപ്പോൾ 9 മെമ്പേർഡ് ആയിട്ടുള്ള റിങ് എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാനാണ്. അത് അങ്ങനെ ഓർമ്മിച്ച് വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം അഡിനിനും ഗുവാനിൻ എന്നുള്ള എപ്പോഴും നമുക്ക് അറിയാവുന്നതാണ്, അത് പ്യൂരിൻ റിംഗ് ആണെന്ന് അറിയാം. ഓക്കെ, ഇനി ബാക്കി ആരൊക്കെയാണ്? ബാക്കി ഒന്നുള്ളത് സൈറ്റോസിൻ ആണ് അല്ലേ? സൈറ്റോസിൻ. ഓക്കെ, സൈറ്റോസിൻ. ഓക്കെ, വേറൊന്ന് യുറാസിലാണ്, വേറൊന്ന് തൈമിനാണ്. തൈമിൻ. ഇതിലൊരു അവസാനത്തിൽ 9 ഇല്ല. ഓക്കെ, അങ്ങനെ നോക്കാം. റൈറ്റ്. ഇനി ഓരോന്നും എന്ത് ചെയ്യണം? നമ്മൾ ഓരോന്നും ഇതിൻ്റെ സ്ട്രക്ചർ കൂടെ എന്ത് ചെയ്യണം? ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം അഡിനിനെയും ഗുവാനിനെയും എന്ത് ചെയ്യാം? ഒന്ന് എഴുതി നോക്കണം. ഇതാണിപ്പോൾ പ്യൂരിൻ റിംഗ്, ഇതാണല്ലോ.
ഓക്കെ യെസ്. നമുക്ക് ജസ്റ്റ് റിങ് നോക്കാം. ഈ റിങ്ങിനകത്ത് പ്യൂരിൻസ് വെക്കണം. പ്യൂരിൻസ് അതിൽ അഡിനിനാണ് ആദ്യം എടുക്കണം കേട്ടോ. അഡിനിൻ. ഓക്കെ, അത് സാധാരണ നമ്മൾ അഡിനിനെ ഇപ്പോൾ റിങ് ഇതാണ് ഒരു 6 മെമ്പേർഡ് റിങ്. ഓക്കെ, ഒരു 5 മെമ്പേർഡ് റിങ്. ഇവിടെ നൈട്രജൻ. ഓക്കെ, ഡബിൾ ബോണ്ട് ഉണ്ട്. ഇത് ഡബിൾ ബോണ്ട് ആണ്. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്. ഇതാണ് റിങ്. ഓക്കെ റൈറ്റ്. നമ്പർ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ നേരത്തെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഈ ഇതിൽ അഡിനിൻ എന്നുള്ളത് ശരിക്കും ആഡ് അമീൻ എന്നത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു. ആഡ് അമീൻ. ഓക്കെ, അവിടെ മാത്രമല്ല ഇവിടെ എന്ത് ചെയ്യാറിയോ, ഇവിടെ ഈ 6th പൊസിഷൻ എന്ത് ചെയ്യുക, ഒരു NH2 അമീൻ എന്ന് പറയുന്നത് NH2 ഗ്രൂപ്പ് അല്ലേ, ഒരു NH2 കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അത് വേണമെങ്കിൽ ഒരു 6 അമിനോ പ്യൂരിൻ ആണ് ആര് ശരിക്കും പറഞ്ഞാൽ അഡിനിൻ എന്ന് പറഞ്ഞാൽ ഒരു 6 അമിനോ പ്യൂരിൻ ആണ്. ഓക്കെ, ഇനി ഗോനിൻ ആണെങ്കിൽ ഗോനിൻ. ഓക്കെ, ഗോൻ നമ്പർ നമ്മൾ ഗോ അമീൻ. അമീൻ അവിടുന്ന് പോകണം എന്നർത്ഥം. ഓക്കെ, ഇത് പല ആൾക്കാരും ഉപയോഗിച്ച ട്രിക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മതിയാവും. ഇവിടുന്ന് എന്ത് ചെയ്യുക, അമീൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ സെക്കൻഡ് പൊസിഷനിലേക്ക് വരാം. ഗോന്ന് എഴുതുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഈ ഗോന്ന് എഴുതുമ്പോൾ നമ്മളൊരു ഓക്സിജൻ ഉണ്ടല്ലോ, ഇവിടെ തൽക്കാലം ഓക്സിജൻ ആക്കി പരിഗണിക്കും. അവിടെ എന്ത് ചെയ്യുക, ഇത് ഓക്സിജൻ ആക്കി മാറ്റുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ റിങ്ങിലുള്ള വ്യത്യാസം നോക്കുക. ഓക്കെ, ഒന്നിങ്ങനെ കൊടുക്കുക. ഇവിടെ എന്തുണ്ട്, നൈട്രജൻ ഉണ്ട്, ഇവിടെ നൈട്രജൻ ഉണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എന്ത് ചെയ്തു, NH2 മാറ്റി. അവിടുന്ന് NH2 മാറ്റിയിട്ടുണ്ട്. ഇത് ഡബിൾ ബോണ്ട് ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഡബിൾ ബോണ്ട് O കീറ്റോണിക് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതിൽ എന്തുണ്ട്, ഇവിടെ നൈട്രജൻ ഉണ്ട്, ഇവിടെ നൈട്രജൻ ഉണ്ട്. ഇത് ഡബിൾ ബോണ്ട് തന്നെ, മാറ്റില്ല. ഇത് ഡബിൾ ബോണ്ട് തന്നെ, ഇത് ഡബിൾ ബോണ്ട് തന്നെ. ഇപ്പം ഡബിൾ ബോണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ എന്തുണ്ട്, ഓൾറെഡി ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലേക്ക് ആരെ മാറ്റി, NH2 മാറ്റിയിട്ടുണ്ട്. 6th പൊസിഷനിൽ എന്തുണ്ട്, ഓക്സോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും, പേര് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2 അമിനോ അല്ലേ, ഒരു 6 ഓക്സി പ്യൂരിൻ എന്ന് പറഞ്ഞാൽ മതി. 2 അമിനോ 6 ഓക്സി പ്യൂരിൻ ആണ് ആക്ച്വലി എന്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗോനിൻ. ഗോനിൻ എന്നുള്ള എന്താണ്, ഗോ അമീൻ എന്നാ പറഞ്ഞു കേട്ടോ ഞാൻ, ഗോ അമീൻ. റൈറ്റ്, ഒരു ഉടായ്പ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്കങ്ങനെ നോക്കാം. തൽക്കാലം ഇപ്പോൾ നമുക്ക് മാർക്ക് കിട്ടിയാൽ മതിയല്ലോ. യെസ്, അപ്പോൾ ഇത്രയും സംഭവിച്ചുള്ളൂ. ഒന്നിൽ NH2 കൊടുത്തു, പിന്നെന്താണ്, ഒന്നിൽ എന്ത് ചെയ്തു, നമ്മൾ ഗോനിൻ ഉപയോഗിച്ചു. ഗോനിൽ എന്ത് ചെയ്തു, നമ്മൾ അവിടുന്ന് NH2 മാറ്റി ഇങ്ങോട്ട് മാറ്റി, അപ്പോൾ അത് ഡബിൾ ബോണ്ട് കൊടുത്തു. ഓക്കെ, നമ്മളിനി പറയേണ്ടത് പിന്നെ പിരിമിഡിനെ കുറിച്ചാണ്. അതിൽ തന്നെ ആരൊക്കെ ഉണ്ട്, അതിൽ 3 പേരുണ്ട്. ആ ഓർഡർ തന്നെ നമുക്ക് ജസ്റ്റ് പഠിച്ചു വെക്കണം. ആ ഫസ്റ്റത്തെ ആളുടെ പേര് പിന്നെ നമുക്കറിയുന്ന അല്ലേ, ആരായിരുന്നു, ഫസ്റ്റത്തെ സൈറ്റോസിൻ ആയിരുന്നല്ലോ നമ്മൾ പറഞ്ഞത്, സൈറ്റോസിൻ, പിന്നെ യുറാസിൽ, പിന്നെ തൈമിൻ. ഓക്കെ, ഇവർക്ക് 3 പേർക്കും ഉള്ളത് തന്നെയാണ് പിരിമിഡ് റിങ്ങിൻ്റെ ഭാഗമാണ് അല്ലേ. പിരിമിഡ് റിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ N, ഇവിടെ N അല്ലേ. യെസ്, ഫസ്റ്റത്തെ കേസിൽ ഇവിടെ ഇപ്പോൾ ഇത് 1, ഇത് 2 അങ്ങനെ കൊടുത്താൽ അല്ലേ, എഴുതിയപ്പോൾ 1 2 3 4 യെസ് 4 5 6 ശരിയല്ലേ. ഓക്കെ,
ഏതൊരു റിംഗ് ആണെങ്കിലും പിരിമിഡിയൻ റിംഗ് ആകുമ്പോൾ നമ്മൾ 6 മെമ്പേർഡ് റിംഗ് എന്ന് പറയാം. എല്ലാറ്റിലും ഉള്ളത് എന്താണെന്നറിയോ? എല്ലാറ്റിലും ഡബിൾ ബോണ്ട് ഓ. ഈ സെക്കൻഡ് പൊസിഷനിൽ എന്തുണ്ടായിരിക്കും? ഡബിൾ ബോണ്ട് ഓ എന്നുണ്ടാകും. സെക്കൻഡ് പൊസിഷനിൽ എന്തുണ്ടായിരിക്കും? ഡബിൾ ബോണ്ട് ഓ എന്നുണ്ടാവും. അത് എല്ലാറ്റിലും വേണം. ഓക്കെ, അപ്പോഴെന്ത് ചെയ്യും? ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഉണ്ടാകും, അതിലൂടെ ഉണ്ടാവും ഡബിൾ ബോണ്ട്. ഓക്കെ, ഈ കേസിൽ നമുക്ക് തരാം ഫസ്റ്റത്തെ റിങ്ങിൽ. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഞാൻ ആദ്യം റിങ് വരക്കാം. എല്ലാറ്റിലും ഇതുണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ ഉണ്ട്, ഡബിൾ ബോണ്ട് ഓ എന്നുണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ഓ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, റൈറ്റ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിരുന്നു? ഗോന് എന്ത്, തൈമിന് എന്ത് കൊടുത്തിരുന്നു? സോറി, അഡിന് എന്ത് കൊടുത്തു? നമ്മൾ NH2 കൊടുത്തിരുന്നില്ല ഇവിടെ. അതേപോലെ ഇവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ NH2 കൊടുക്കുക ഈ ഫസ്റ്റ് കേസിൽ. സെക്കൻഡ് കേസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് ഓ എന്ന് കൊടുക്കുക. ഫസ്റ്റ് കേസ് നിങ്ങൾ എന്ത് ചെയ്ത്? NH2 കൊടുത്തു. സെക്കൻഡ് കേസ് നിങ്ങൾ ഡബിൾ ബോണ്ട് ഓ എന്ന് കൊടുക്കുക. ഓക്കെ, തൈമിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡബിൾ ബോണ്ട് ഓ, ഈ പൊസിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു CS3 ഗ്രൂപ്പും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡബിൾ ബോണ്ട് ഇവിടെ എല്ലായിടത്തും ഡബിൾ ബോണ്ട് ഉണ്ടാകും. ഓക്കെ, ഇത് ഡബിൾ ബോണ്ടാണ്. ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ട് നമുക്ക് കൊടുക്കാം. യെസ്, അതിൻ്റെ പേരെന്താ നോക്കാം. ഇതിൻ്റെ പേരെന്തായിരിക്കും? ഇതിൻ്റെ പേര് 2-ഓക്സോ. 2-ഓക്സി നോക്കാം. 2-ഓക്സി 4-അമിനോ പിരമിഡീൻ എന്നാണ്. ഇതിൻ്റെ പേരെന്തായിരിക്കും അറിയോ? 2,4 അല്ലേ? 2ലും 4ലും അല്ലേ? 2 എന്ന് പറഞ്ഞാൽ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6 ആണ്. 2,4 ഡൈ ഓക്സി പിരിമിഡീൻ എന്നാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പേരായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ 2,4 ഡൈ ഓക്സി, പിന്നെ 5 മീഥൈൽ അല്ലേ? 5, 1, 2, 3, 4, 5, 6 എന്നാണ് കൊടുക്കുക. ഓക്കെ, 5 മീഥൈൽ പിരിമിഡീൻ. ഇതാണ് സ്ട്രക്ചർ. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഈ പറയുന്ന തൈമിൻ എപ്പോഴും എന്തിരിക്കുന്നോ? തൈമിൻ ഈസ് ഓൾസോ കോൾഡ് 5 മീഥൈൽ യുറാസിൽ. 5 മീഥൈൽ യുറാസിലാണ് തൈമിൻ. ഓക്കെ, തൈമിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 മീഥൈൽ യുറാസിലാണ് എന്ത്? തൈമിൻ എന്നുള്ളത്. ഓക്കെ, ഈ സ്ട്രക്ചർ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മൾ ഓർമ്മിച്ചേക്കണം. ഓക്കെ, ഇപ്പോൾ ചെയ്തെന്താ വെച്ചാൽ ആദ്യം എന്ത് ചെയ്തു? ഞാൻ പിരിമിഡിൻ റിങ് വരച്ചു. ആ റിങ്ങിലേക്ക് എന്ത് ചെയ്തു? ഒരു NH2 ഗ്രൂപ്പ് ആദ്യം, ഫസ്റ്റ് NH2. കാരണം നമ്മൾ നേരത്തെ അഡിനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? NH2 ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു NH2 ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യുറാസിൽ അടുത്ത സ്ട്രക്ചർ എന്ത്? യുറാസിൽ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? അവിടെ ഒരു ഡബിൾ ബോണ്ടോ കൊടുത്തിരുന്നു, അത് യുറാസിൽ കൊടുക്കുക. ഞാൻ അതാ പറഞ്ഞത്, സൈറ്റോസിൻ കഴിഞ്ഞിട്ട് യുറാസിൽ, പിന്നെ തൈമിൻ. ആ ഓർഡറിൽ നിങ്ങൾ ഓർമ്മിച്ചേക്കണം. പിന്നെ എന്താണ്? 5 മീഥൈൽ യുറാസിലാണ് എന്ത്? തൈമിൻ എന്ന് ഓർമ്മിച്ച് വെച്ചാൽ. അപ്പോൾ ഒരു CH3 മാത്രം ഇവിടെ 5ൽ കൊടുത്താൽ മതി. റൈറ്റ്, ഇതാണ് സ്ട്രക്ചറായിട്ട് വരിക കേട്ടോ. ഇതാണ് ടോട്ടൽ സ്ട്രക്ചറായിട്ട് എന്ത് ചെയ്യുക? വരുന്നത്. ഓക്കെ, നമുക്കിനി ഇതിലേക്ക് വരാം. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് അറിയോ? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആരാണ് അഡിനിൻ എന്നാണ് അല്ലേ? ആരാ അഡിനിൻ? അഡിനിൻ ആരാന്നുള്ളതിൻ്റെ സ്ട്രക്ചർ അല്ലെ? അഡിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡബിൾ റിംഗ് വരുന്ന കേസ് മാത്രം അല്ലേ? അഡിനിൻ, പിന്നെ തൈമിൻ, പിന്നെ സൈറ്റോസിൻ, പിന്നെ യുറാസിൽ. ഇതിൽ അഡിനിൻ മാത്രമേ എന്തുള്ളൂ? പ്യൂരിൻ റിംഗ് ഉള്ളൂ. അപ്പോൾ ഒരു സംശയമൊന്നുമില്ല, A3 ആണ്. എന്തായിരിക്കും? A3 ആണ് എന്നതിൽ സംശയമില്ല. കാരണം നമുക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റും, ശരിയല്ലേ? റൈറ്റ്. പിന്നെന്താണ് പറഞ്ഞത്? പിന്നെ ചോദിക്കണത് അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. അടുത്ത് ചോദിക്കുന്നത് പിന്നെ സൈറ്റോസിനെ കുറിച്ചാണ്. യുറാസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അല്ലേ? ഇതിലിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ആദ്യം നമുക്ക് തൈമിൻ, സോറി, സൈറ്റോസിൻ നോക്കാം. സൈറ്റോസിൻ എന്താണ്ടാവുക? NH ഗ്രൂപ്പിൽ ഉണ്ടാവുക. NH ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ സൈറ്റോസിൻ എന്തായിരിക്കും? B എന്ന് പറയുന്നത് എന്തായിരിക്കും? B4 ആയിരിക്കും. B4 ആയിരിക്കും അല്ലേ? B4 NH ഗ്രൂപ്പുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഈ സൈറ്റോസിൽ എന്തുണ്ട് അല്ലേ? നമുക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ മനസ്സിലാവും. സൈറ്റോസിൽ ഈ NH ഗ്രൂപ്പ് കണ്ടു. ഓക്കെ, യുറാസിൽ നമ്മൾ അല്ലേ? യുറാസിൽ അറിയാം. യുറാസിൽ എന്തുണ്ടാവുക? CO ഉണ്ടാവുക. CO, സോറി, അവിടെ അല്ല, ഇവിടെ CO ഗ്രൂപ്പ് ഉണ്ട്. ഈ CO അല്ലേ? ഇതെടുക്കാൻ കാരണം ഇവിടെ CH ഗ്രൂപ്പ് ഉണ്ട്. അതെന്തായിരിക്കും? അത് തൈമിൻ ആയിരിക്കും. ഇത് രണ്ടും മാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ C എന്തായിരിക്കും? C എന്ന് പറഞ്ഞാൽ സൈറ്റോസിൻ ആണ്. അല്ല, സോറി, C എന്ന് പറഞ്ഞാൽ തൈമിൻ ആണ്. തൈമിൻ എന്ന് പറഞ്ഞാൽ CH ഗ്രൂപ്പുള്ള കേസാണ് ഇത്. തൈമിൻ.
സി എന്ന് പറഞ്ഞാൽ 2 അല്ലേ. ഡി എന്ന് പറയുന്നത് ഏതായിരിക്കും? ഡി യുറാസിലാണ്. യുറാസിൽ എ. ഡി എന്ന് പറഞ്ഞാൽ എ. ഡി എന്ന് പറഞ്ഞാൽ 1 അല്ലേ. യെസ്. അപ്പോൾ A3 B4 C2 D1 ഓപ്ഷൻ 2 ആണ് ആൻസർ വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, പ്യൂരിയൻസ് ആണ് എങ്ങനെയാണ്, പ്യൂരിയൻസ് ഇങ്ങനെയാണൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം, നന്നായിരിക്കും. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? റൈറ്റ്, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. D-glucose penta-acetate reacts with 2,4-dinitrophenylhydrazine. അങ്ങനെ റിയാക്ഷൻ നടക്കുന്നില്ല എന്ന് NCERT പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റിയാക്ഷൻ നടക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കോസിനകത്ത് CHO ഗ്രൂപ്പ് ഉണ്ടോ എന്ന് സംശയിക്കുകയും അതിനെ സൈക്ലിക് സ്ട്രക്ചറിലേക്ക് CHO ഫ്രീ അല്ല എന്ന് മനസ്സിലാവുകയും സൈക്ലിക് സ്ട്രക്ചറിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് 1 ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് NCERT ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗ്ലൂക്കോസ് പെൻറ്റാസെറ്റേറ്റിന് പിന്നെ ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീനുമായിട്ടൊന്നും റിയാക്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ S1 എന്ന് പറയുന്നത് അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം നമുക്ക്. ഓക്കെ, സ്റ്റാർച്ച് ഓൺ ഹീറ്റിംഗ് വിത്ത് concentrated sulfuric acid at 100 degrees Celsius 2-3 atmospheric pressure produce glucose. സ്റ്റാർച്ചിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ H+മായി റിയാക്ട് ചെയ്താൽ അല്ലേ എന്തുണ്ടാവും എന്ന് പറഞ്ഞത്? ഗ്ലൂക്കോസ് ഉണ്ടാകും. അതുണ്ടാവുമല്ലോ, കാരണം സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഗ്ലൂക്കോസിൻ്റെ പോളിമർ ഫോമാണ്. കറക്റ്റാണ്. അപ്പോൾ അത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആകാനേ വഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഒരു 7. എൻ്റെ ആൻസർ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ, ഓപ്ഷൻ 1 ഈസ് യുവർ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഗ്ലൈക്കോസിഡിക് ബോണ്ടുകൾ ലിങ്കേജ് എങ്ങനെയാണ് എന്നുള്ളതാണ്. സുക്രോസിൽ ഉള്ള ഗ്ലൈക്കോസിഡിക് ബോണ്ട് എങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ സുക്രോസിലുള്ളത് ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഫ്രക്ടോസും C1 C2 ഗ്ലൈക്കോസിഡിക് ബോണ്ടിങ് അല്ലേ, ഇതാണ് ഗ്ലൂക്കോസ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും A3 ആണ്. ഓക്കെ, മാൾട്ടോസിൽ ആൽഫ ഗ്ലൂക്കോസ് 2 ആൽഫ ഗ്ലൂക്കോസ്, അത് C1 C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അല്ലേ. അപ്പോൾ ഇതായിരിക്കും ഉണ്ടാവും അല്ലേ. മാൾട്ടോസിൽ ആൽഫ C1 C4 അല്ലേ, ശരിയല്ലേ? യെസ്, റൈറ്റ്. ബി എന്നുള്ളത് 1. അടുത്തത് ലാക്ടോസിലാണ്. ലാക്ടോസിൽ ആരൊക്കെയുള്ളത്? ഗാലക്ടോസും അതുപോലെ ബീറ്റ ഗാലക്ടോസും ബീറ്റ ഗ്ലൂക്കോസും C1 C4. അപ്പോൾ ബീറ്റയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതായിരിക്കും ഉണ്ടാവുക. സി എന്ന് പറയുമ്പോൾ 4. റൈറ്റ്. അമൈലോപെക്റ്റിനിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പോളിമർ ഫോം തന്നെയാണ് ആൽഫ ഗ്ലൂക്കോസ്, പക്ഷെ എന്തുണ്ടായിരിക്കും? ബ്രാഞ്ചിങ് ഉണ്ടായിരിക്കും. ബ്രാഞ്ച്ഡ് സ്ട്രക്ചറാണ് അമൈലോപെക്റ്റിൻ. അപ്പോൾ അതിൽ ചെയിൻ ഈസ് ഫോംഡ് ബൈ C1 C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആൻഡ് ബ്രാഞ്ച് ഈസ് ബൈ C1 C6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇതായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ കറക്റ്റാണ് ഡി എന്ന് പറയുമ്പോൾ 2. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3യിലാണ് ആൻസർ ഉണ്ടാവുക. കറക്റ്റ്. ഇതെന്തായാലും ഇങ്ങനത്തെ സംഭവം നമുക്ക് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇത് ഒന്നായിട്ട് ചോദിക്കണം എന്നില്ല, ഓരോരുത്തരും ചോദിക്കാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് വരൂ. 9 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 2 സ്റ്റേറ്റ്മെന്റ് തന്നെ. സ്റ്റാർച്ച് ഗീവ്സ് ഗാലക്ടോസ്. സ്റ്റാർച്ച് ഒരിക്കലും ഗാലക്ടോസ് നൽകുന്നില്ല. അപ്പോൾ എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗ്ലൂക്കോസിന്റെ പോളിമർ ഫോമാണ്. അടുത്തത് കെയിൻ ഷുഗർ ഗീവ്സ് ഈക്വൽ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് അല്ലെ. കെയിൻ ഷുഗർ എന്ന് പറഞ്ഞാൽ ശരിക്കും സുക്രോസിന് നിങ്ങൾ ഹൈഡ്രോളിസ് നടത്തിയാൽ യു വിൽ ഗെറ്റ് 1 ഗ്ലൂക്കോസ് ആൻഡ് 1 ഫ്രക്ടോസ്. 1:1 ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഇൻവേർട്ട് ഷുഗർ കിട്ടുമെന്ന് പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ ബി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, മിൽക്ക് ഷുഗർ ഗീവ്സ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണ്. മിൽക്ക് ഷുഗർ എന്ന് പറഞ്ഞാൽ ലാക്ടോസ്, അത് ഗ്ലൂക്കോസും പിന്നെ ഗാലക്ടോസ് നൽകുന്നു അല്ലെ. ഗാലക്ടോസും ഗ്ലൂക്കോസും തമ്മിൽ C1 C4 ഗ്ലൈക്കോസിഡിക് ബോണ്ടിങ്ങിലാണ്. സി എന്ന് പറയുന്നതാണ് അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് അമൈലോപെക്റ്റിൻ ഗീവ്സ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്.
അമൈലോപെക്റ്റിൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും നൽകുമോ? ഇല്ല. അമൈലോപെക്റ്റിൻ ആണെങ്കിലും എന്തായിരിക്കും, ഗ്ലൂക്കോസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഡി അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അമൈലോസ് ഗീസ് ഓൺലി ഗ്ലൂക്കോസ്, അത് കറക്റ്റ് അല്ലേ. അമൈലോസ് ആണെങ്കിലും അമൈലോപെക്റ്റിൻ ആണെങ്കിലും ഗ്ലൂക്കോസിനെ നൽകുള്ളൂ. അപ്പോൾ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പോൾ ആരൊക്കെയാണ് അല്ലേ കറക്റ്റ്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആരൊക്കെ ഉണ്ടാവും? ആൻസർ ബി കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്, ഇ ബി സി എന്നാണ് കറക്റ്റ് അല്ലേ. ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ 2 സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഒന്ന് സൂക്ഷിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അടുത്ത എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിങ്കേജ് ചോദിക്കുകയാണ്. അമൈലോസ്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, അമൈലോപെക്റ്റിനൊക്കെയാണ് ക്വസ്റ്റൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് അമൈലോസ്. ഞാൻ പറഞ്ഞു നേരത്തെ അമൈലോസ് എന്ന് പറഞ്ഞാൽ C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടാകുന്ന കേസാണ് അല്ലെ. ഇതിലിപ്പോൾ ഈ സിമ്പിളായിട്ട് മനസ്സിലാക്കണം എന്നറിയോ, ഇതിലിപ്പോൾ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ അല്ലേ, ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ ശരിക്കും അനിമൽ സ്റ്റാർച്ച് ആണ് അല്ലേ. അതെവിടെ ഉണ്ടാവുക, അത് അനിമൽസിൽ ഉണ്ടാവുക. അത് അനിമലിനൊറ്റ കേസ് മാത്രമേ ഉള്ളൂ. അത് ഏതാണ്, ആൽഫയാണ്. നമുക്ക് C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് അനിമൽ സ്റ്റാർച്ച്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ടതില്ല, സി എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. ഓക്കെ, അമൈലോപെക്റ്റിൻ ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്. സെല്ലുലോസ് ബീറ്റ ആണല്ലോ അല്ലേ, സെല്ലുലോസ് ബീറ്റയാണ്, പ്ലാന്റിലാണ്. ഇവിടെ ബീറ്റ കൊടുത്തുന്ന ഓപ്ഷൻ C1C4. ഓക്കെ, ഇത് കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ബി എന്നുള്ളത് എന്തായിരിക്കും, ബി എന്നുള്ളത് 1 ആയിരിക്കും. ഓക്കെ, പിന്നെ അമൈലോസിനെ പറ്റി പറഞ്ഞു നേരത്തെ. അമൈലോസ് എന്താണ്, അമൈലോസ് C1 അല്ലേ. അമൈലോസ് എന്ന് പറഞ്ഞാൽ C1C4 പ്ലാന്റ് എന്നല്ലേ ഉണ്ടാവുക, കറക്റ്റ്. അമൈലോസ് പ്ലാന്റ് തന്നെയാണ്, സ്റ്റാർച്ച് അല്ലേ, പ്ലാന്റ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്, A4 അല്ലേ. അടുത്ത അമൈലോപെക്റ്റിനാണ്. നേരത്തെ പറഞ്ഞു അല്ലേ, C1C4 ഉണ്ട്, C1C6 ഉണ്ട്, അത് പ്ലാന്റിലാണ്, അതുകൂടെ ഉണ്ട് അല്ലേ, കറക്റ്റ് അല്ലേ. അപ്പോൾ ഡി അല്ലേ, ഡി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഉണ്ടാവുക, D3 അല്ലേ. നിങ്ങൾ നോക്കൂ, ഓപ്ഷൻ A4 B1 കറക്റ്റാണ്, C2 D3 കറക്റ്റാണ്. ഓക്കെ, തെറ്റിപ്പോരുന്നേ ഉള്ളൂ, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ എസെൻഷ്യൽ അമിനോ ആസിഡ് ഫ്രം ബിലോ. വാലിൻ, പ്രോലിൻ, ലൈസിൻ, ത്രിയോണിൻ, തൈറോസിൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, എസെൻഷ്യലിനെയും നോൺ എസെൻഷ്യൽ നിങ്ങൾ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യണം. ഞാൻ സാധാരണയായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു കോഡ് എന്ന് വെച്ചാൽ ഒരാളുടെ പേര് പോലെ. ഇപ്പോൾ TT ഹാലിം VP, ഒരാളുടെ പേര് പോലെ TT ഹാലിം VP എന്ന് എഴുതുന്നു. ഈ ഹാലിം എന്ന് എഴുതുമ്പോൾ 2 L കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ഇത് ഓരോ അമിനോ ആസിഡാണ്. ഇതെല്ലാം എസെൻഷ്യൽ അമിനോ, ഞാൻ എഴുതാൻ പോകുന്നത് എസെൻഷ്യലിനെ കുറിച്ചാണ്. എസെൻഷ്യൽ അമിനോ ആസിഡാണ്. ഓക്കെ, ആരൊക്കെയെന്നറിയോ, ഇയാള് ത്രിയോണിനാണ്. ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ, ഹിസ്റ്റിഡിൻ, ഓക്കെ, ആർജിനിൻ, ലൈസിൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ, മെത്തയോണിൻ, വാലിൻ, ഫിനൈൽ അലാനിൻ. ഓക്കെ, TT ഹാലിം VP. ഓക്കെ, ഇവിടുത്തെ കോഡാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ കോഡ് അറിയാം, ചിലപ്പോൾ നിങ്ങൾക്ക് നോൺ എസെൻഷ്യലിനെ കുറിച്ച് നിങ്ങൾക്ക് കോഡ് അറിയുണ്ടാവുക. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ, നീ ക്വസ്റ്റ്യൻ എന്താ പറയുക, എസെൻഷ്യൽ ആരൊക്കെയാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എസെൻഷ്യൽ അല്ലേ. യെസ്, ഇതിലിപ്പോൾ വാലിൻ എസെൻഷ്യൽ ആണ്, വാലിൻ. ഓക്കെ, പ്രോലിൻ ഇല്ല ഇതിനകത്ത്, P ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഫിനൈൽ ആലിൻ്റെ P ആണ്. പ്രോലിന് ഇതല്ല. ലൈസിൻ വന്നിട്ടുണ്ടല്ലോ, ലൈസിൻ, ദിസ് ഈസ് ലൈസിൻ. ഓക്കെ, ത്രയോണിൻ വന്നിട്ടുണ്ടല്ലോ, ത്രയോണിന് ആദ്യം കൊടുത്ത ത്രയോണിനാണ്. ഓക്കെ, വന്നിട്ടുണ്ട്. തൈറോസിൻ ഇതിലില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ A ഓക്കെ, C ഓക്കെ, D ഓക്കെ അല്ലേ. ACD ഓൺലി എന്നാണ് ആൻസർ വരിക, ഓപ്ഷൻ 2. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇതിലിപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ഡെപ്തിൽ എന്ത് ചെയ്യണം, അറിയണമെന്ന് മാത്രം. ഓക്കെ, വെറുതെ ഒരു പെരിഫറൽ വ്യൂ പോരാ. പലപ്പോഴും നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതൊരു ബയോളജി ചാപ്റ്റർ അല്ലേ എന്ന് കരുതിയിട്ട് ആരും അപ്രോച്ച് ചെയ്യാൻ പാടില്ല. ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിരവധി തവണ നിരന്തരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, JEക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണെന്ന് മനസ്സിലാവണം. ഇതിൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള
ഐസോമറിസം എന്നുള്ള ഭാഗം, സെക്കൻഡിലുള്ള ഓപ്റ്റിക്കൽ ഐസോമറിസം കൂടെയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും വരുന്നതാണ്. മറ്റു റിയാക്ഷൻസ് എപ്പോഴും വരുന്നതാണ്. അപ്പോൾ നന്നായി നല്ല രൂപത്തിലൊരു കൃത്യമായൊരു പ്ലാൻ, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോർമലി വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ മീറ്റ് ചെയ്തത്. ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.